ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡിഫറൻഷിയേഷൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിലപ്പോൾ നമ്മൾ ആദ്യത്തേത് നോക്കി എന്തായിരുന്നു മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കി, എൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. കൂട്ടത്തിലൊരു ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കി. സോറി, ഞാനത് റെക്കോർഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് എൻ്റെ സ്പേസ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നു കേട്ടോ. മെമ്മറി സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്തോ ലാസ്റ്റ് മിനിറ്റ് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ പോയിട്ടുണ്ട്. പക്ഷേ അത് രണ്ടാമത് ഞാൻ അയക്കണില്ല, കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തുടങ്ങി. അത് AR ഉം MR ഉം എങ്ങനെ വരയ്ക്കുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ്. മുകളിൽ നമ്മൾ AR ആണ് കിട്ടിയിരിക്കുക, താഴെ MR. അപ്പോൾ അത് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റിയും വൈ ആക്സിൽ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ എടുത്തു. നമ്മളൊരു ടേബിളൊക്കെ ഇതിന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ടേബിളിൽ നമ്മൾ ആദ്യമേ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള AR പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. അതിനെ ജോയിൻ ചെയ്യുമ്പോൾ AR കർവ് കിട്ടും. അതിനുശേഷം ഓരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള MR പ്ലോട്ട് ചെയ്യുക. അത് ജോയിൻ ചെയ്യുമ്പോൾ MR കർവും കിട്ടും. എന്തായാലും രണ്ടാമത് റെക്കോർഡ് ചെയ്ത് നമ്മൾ അയക്കണില്ല. സോ ലെറ്റ്സ് കം ടു സെക്കൻഡ് കോൺസെപ്റ്റ്, സെക്കൻഡ് ആപ്ലിക്കേഷനിലേക്ക് വരാം. അത് ഇലാസ്റ്റിസിറ്റി ആണ്. നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് ജനറലായിട്ടൊന്ന് പറഞ്ഞ് നമ്മൾ വേണ്ട കൺസെപ്റ്റിലേക്കും അതിൻ്റെ പ്രോബ്ലംസിലേക്കും വരാം. ഇനി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ്റെ ഇലാസ്റ്റിസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഫംഗ്ഷൻ്റെ വിലയെ നിശ്ചയിക്കുന്ന വേരിയബിളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് ഫംഗ്ഷൻ്റെ വിലയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ വിലയിലുണ്ടാകുന്ന ചേഞ്ചസിന് കോൺസിക്വൻഷ്യലായിട്ട് ഫംഗ്ഷൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, റെസ്പോൺസീവ്നെസ് ഇൻ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഓർ ഇൻ അക്കോർഡൻസ് ടു ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് വേരിയബിൾ, അതിനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. അതായത് ഫംഗ്ഷൻ്റെ വിലയെ നിശ്ചയിക്കുന്ന വേരിയബിളിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരികയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെ പ്രതികരിക്കുന്നു. വേരിയബിളിൻ്റെ വിലയിൽ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് ഫംഗ്ഷൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദി പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ഫംഗ്ഷൻ പെർ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ദി വേരിയബിൾ, അങ്ങനെയാണ് കൊടുത്തിരിക്കുക. ഓക്കെ, ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലംസ് ക്വസ്റ്റിന് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലേക്ക് പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ടാകാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പല രീതിയിൽ പല കൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത്. താഴോട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ യൂഷ്വലി എപ്പോഴും വെറുതെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതിൽ തന്നെ അതേ ഗുഡിൻ്റെ പ്രൈസ്, ഒരു ഗുഡിൻ്റെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാകുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെറുതെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പറയുമ്പം എപ്പോഴും നമ്മൾ റെഫർ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് സ്വന്തം പ്രൈസ്, കമ്മോഡിറ്റിൻ്റെ തന്നെ പ്രൈസ് ആണ് നമ്മൾ സ്വന്തം എന്നുള്ളത് പറയും. ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് എപ്പോഴും റെഫർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കൺസെപ്റ്റുകളെല്ലാം ജനറലി നോക്കാം, എന്നിട്ട് പ്രോബ്ലംസിലേക്ക് വരാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിനെ നമ്മൾ ജനറലായിട്ട് ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഡേറ്റ ഓൺ വിച്ച് ദ പർച്ചേസ് പ്ലാൻ ഈസ് ബേസ്ഡ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസ് ദി പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ഫംഗ്ഷൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് വേരിയബിൾ. നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കൂടാണ്ട് പറഞ്ഞായിരുന്നു വേരിയബിളിൽ വ്യത്യാസം വരുമ്പം അതിനനുസരിച്ചിട്ട് ഫംഗ്ഷൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് അല്ലെ റെസ്പോൺസീവ്നെസ് ഓഫ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇൻ അക്കോർഡൻസ് ഓർ ഇൻ റിലേഷൻ ടു ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് വേരിയബിൾ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റി ഞാൻ ഒന്നുകൂടെ ആ സെന്റൻസ് വായിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇസ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഡേറ്റ ഓൺ വിച്ച് ദ പർച്ചേസ് പ്ലാൻ ഈസ് ബേസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുക. നമുക്കതിലേക്ക് വരാം. നമ്മളൊരു കമ്മോഡിറ്റി വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പർച്ചേസ് പ്ലാൻ ഉണ്ടാവും അല്ലേ? ആ പർച്ചേസ് പ്ലാൻ എന്തൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചാണോ, എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൽ ഓരോ വേരിയബിളിനും വ്യത്യാസം വരുമ്പം ഏതിന് വ്യത്യാസം വരാം? നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് വ്യത്യാസം വരാം. ഓക്കെ, അപ്പം നമ്മുടെ പർച്ചേസ് പ്ലാനിന് വ്യത്യാസം വരാം. പർച്ചേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ന കമ്മോഡിറ്റി വാങ്ങിക്കണം, ഇത്ര യൂണിറ്റ് വാങ്ങിക്കണം എന്നുള്ള ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനാണ് പർച്ചേസ് പ്ലാൻ എന്ന് പറയുക. ഓക്കെ, ഈ പർച്ചേസ് പ്ലാൻ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണോ വന്നിരിക്കുക, ആ ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ച് വരുമ്പം അതനുസരിച്ചിട്ട് പർച്ചേസ് പ്ലാനിന്, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിന് അല്ലെ ഡിമാൻഡിന് ചേഞ്ച് വരാം. അതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഡേറ്റ ഓൺ വിച്ച് ദ പർച്ചേസ് പ്ലാൻ ഈസ് ബേസ്ഡ്.
നമ്മുടെ പർച്ചേസ് പ്ലാൻ, അതായത് ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം, ഇത്ര അളവ് വാങ്ങിക്കണം എന്നുള്ള ഒരു കൺസ്യൂമറിന്റെ മനസ്സിലുള്ള പർച്ചേസ് പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണോ ആ ഫാക്ടേഴ്സിലൊക്കെ വ്യത്യാസം വരുമ്പം അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഡിമാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാനിൽ, അതാണ് പർച്ചേസ് പ്ലാൻ, അതിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഇനി കോമൺ ആയിട്ട് നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയാറുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന പ്രൈസ് ആണ്, ഓൺ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി പറയും അല്ലേ. അത് കൂടാണ്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ് ആണ് മറ്റൊരു ഘടകം. അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അതിന് വരുന്നത് റിലേറ്റഡ് ഗുഡ്സിന്റെ കേസിലാണ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെന്ററി. അവിടെ എപ്പോഴും നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അതിന്റെ രണ്ടിന്റെ പ്രൈസ് ആലോചിച്ചിട്ട് ഏത് വേണം തീരുമാനിക്കുക. അതർവൈസ് വി ആർ നോട്ട് പർട്ടിക്കുലർ. നമുക്ക് ഇന്നത് തന്നെ വേണം നിർബന്ധം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെയും പ്രൈസ് ആലോചിച്ചിട്ടായിരിക്കും ഏത് വേണം തീരുമാനിക്കുക. അതുപോലെ തന്നെയാണ് കോംപ്ലിമെന്ററി ഐറ്റംസ്. ഒരുമിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടും നമുക്ക് അഫോർഡബിൾ ആണോ അല്ലെ രണ്ടും നമുക്ക് റീസണബിൾ പ്രൈസിൽ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എത്ര വാങ്ങിക്കണം തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. പിന്നെ നമ്മൾ ആദ്യത്തെ പറഞ്ഞ പ്രൈസ് ഓഫ് ഓൺ ഗുഡ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദി ഗുഡ്, രണ്ടാമത്തെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മൂന്നാമത്തത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓർ ഇൻകം. നമ്മുടെ വരുമാനം അല്ല അപ്പം നമ്മുടെ കയ്യിൽ പൈസ എത്രയുണ്ട്, നമുക്ക് സാധനം വാങ്ങിക്കാൻ എത്ര പൈസ ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എത്ര യൂണിറ്റ് വാങ്ങിക്കണം, ഏതൊക്കെ വാങ്ങിക്കണം തീരുമാനിക്കുക അല്ലേ. അപ്പോൾ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. പിന്നെ നാലാമത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ, അതുമൊക്കെ നമ്മുടെ നമ്മുടെ പർച്ചേസ് പ്ലാനിനെ അല്ലെങ്കിൽ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമാണ് ഏത്, ടേസ്റ്റും അല്ലേ. ഈവൻ ചിലപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡ്രസ് ഐറ്റം ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകണു, അല്ലെങ്കിൽ നമ്മളൊരു ബാഗ് ഇപ്പം നമുക്ക് കോളേജിൽ കൊണ്ടുവരാൻ നിങ്ങളൊരു ബാഗ് വാങ്ങിക്കാനായിട്ട് പോകണു, അല്ലെങ്കിൽ ഒരു ആക്സസറി എന്തെങ്കിലും ഒരു ചെരുപ്പോ ഷൂ ഒക്കെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നു. ചിലപ്പോൾ ആ പോകുന്ന കൂട്ടത്തിലായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ കാണുക, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാച്ച്മേറ്റിനെ ഒക്കെ കാണുന്നു. അപ്പം എവിടെ പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന കാര്യത്തിന് പോകാമെന്ന് പറയും. അപ്പം എന്ത് വാങ്ങിക്കാൻ, ഇന്നത് വാങ്ങിക്കാനായിട്ട്. ഓ ശരി, അപ്പം അതാണെങ്കിൽ ഇപ്പം ഇത് നോക്ക് കേട്ടോ, ഇന്ന ഐറ്റം നോക്ക്, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ പുതിയ ഫാഷൻ ഇതാണ്, അത് നോക്ക്, എന്തായാലും ഇപ്പോൾ വാങ്ങിക്കാൻ പോവല്ലേ, അപ്പോൾ ഏറ്റവും പുതിയ തന്നെ വാങ്ങിക്കാം, നല്ല രസമാണ്, കൊള്ളാം, ഭയങ്കര ചെത്താണ് എന്നൊക്കെ പറയും. സപ്പോസ് ടു ബി ഫാഷൻ ചിക്ക്. അപ്പോൾ ഈ പറഞ്ഞു തരുന്ന ആൾ വളരെ ഫാഷനിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അപ്പം നമ്മുടെ പർച്ചേസ് പ്ലാൻ മാറും. ഓ അത് ശരി, ഇങ്ങനെ ഒരു സാധനമാണ് പുതിയതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം നമ്മൾ മാറ്റി വേറൊരു സാധനമാക്കിയിട്ട് മാറ്റി അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വരാം. ഈവൻ കമ്മോഡിറ്റി പോലും ചേഞ്ച് ചെയ്യാം ഇങ്ങനെയുള്ള കേസിലൊക്കെ. ഇപ്പം നമ്മൾ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ഐറ്റത്തിലേക്ക് പോലും നമ്മൾ മാറാം. കറണ്ട് ആയിട്ട് ഒരു സാധനം ഉണ്ടോ, ഭയങ്കര ട്രെൻഡാണ്, ഇപ്പോൾ എല്ലാവർക്കും അതുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം മാറ്റിയിട്ട് മറ്റേ സാധനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക പോലും ചെയ്യാം. അപ്പോൾ നമ്മുടെ പർച്ചേസ് പ്ലാന് പല രീതിയിൽ വ്യത്യാസം വരാം. നമ്മൾ പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഓൺ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി അല്ലെ, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. രണ്ടാമത്തേത് പറഞ്ഞത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. മൂന്നാമത്തത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. നാലാമത്തെ ടേസ്റ്റ്, ഫാഷൻ എക്സെട്ര. അപ്പം ഇതിലേതിലെങ്കിലും ചേഞ്ച് വന്നാൽ എന്തിന് വ്യത്യാസം വരാം? നമ്മുടെ പർച്ചേസ് പ്ലാനിന് വ്യത്യാസം വരാം. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ നമ്മുടെ പർച്ചേസ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിലേതിനെങ്കിലും വേരിയേഷൻ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ പർച്ചേസ് പ്ലാനിന് വ്യത്യാസം വരാം. ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ ഒക്കെ നമ്മൾ ഏതിൽ പെടുത്തും? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പെടുത്തും. അതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തത്. ഇസ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഡേറ്റ ഓൺ വിച്ച് ദ പർച്ചേസ് പ്ലാൻ ഈസ് ബേസ്ഡ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വരുന്ന മെയിൻ ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ഡിമാൻഡ് ആർ പ്രൈസ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞ വെറും പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതേ കമ്മോഡിറ്റിന്റെ പ്രൈസ് ആണ്. ഒരു കമ്മോഡിറ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതേ കമ്മോഡിറ്റിന്റെ പ്രൈസും തമ്മിലുള്ള റിലേഷനാണ് അവിടെ നോക്കുക. അപ്പോൾ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പിന്നെ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ക്രോസ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. ഒരു കമ്മോഡിറ്റിന്റെ പ്രൈസും മറ്റേ കമ്മോഡിറ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കോഫിയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഈസ് അനലൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ടീ. ഇപ്പൊ ടീന്റെ പ്രൈസും കോഫിയുടെ ഡിമാൻഡും അല്ല നേരെ തിരികെ എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഐറ്റംസിൽ നമ്മളിപ്പോൾ ബ്രെഡും ബട്ടറുമാണ് അല്ലെ ബ്രെഡും ഓംലെറ്റുമാണ് നമ്മുടെ കോംപ്ലിമെന്ററി എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിന്റെ ഡിമാൻഡ് ഇൻ അസോസിയേഷൻ വിത്ത് ഡിമാൻഡ് ഫോർ ഓംലെറ്റ് അല്ലെ ഇൻ അസോസിയേഷൻ വിത്ത് ഡിമാൻഡ് ഫോർ ബട്ടർ പരിശോധിക്കും. അപ്പോൾ ഒരെണ്ണത്തിന്റെ ക്വാണ്ടിറ്റി മറ്റൊരെണ്ണത്തിന്റെ കമ്മോഡിറ്റിയും വരും. അതൊരു കേസ്. പിന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഓൺ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത്രയാണ്. നമ്മുടെ ടേസ്റ്റ് ആൻഡ് ഫാഷൻ അത്ര വളരെ അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് അതിൽ ക്വസ്റ്റ്യൻ വരാറില്ല. ഓക്കെ, ഇനി
Usually, by simply mentioning elasticity of demand, we will refer to price elasticity of demand. നമ്മൾ പറഞ്ഞു വെറുതെ elasticity of demand എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് elasticity of demand ആയിരിക്കും. ഒരു കമ്മോഡിറ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതേ കമ്മോഡിറ്റിന്റെ പ്രൈസും തമ്മിലുള്ള ചേഞ്ച് ആയിരിക്കും നമ്മൾ നോർമലി എപ്പോഴും elasticity of demand എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലംസ് സാധാരണഗതിയിൽ അതിന്റെ ചോദിക്കാറുള്ളൂ. നിങ്ങൾക്ക് ക്രോസ് പ്രൈസും ഇൻകോ ഒന്നും ഇങ്ങനെ യൂഷ്വലി ചോദിക്കാറില്ല. സാധാരണഗതിയിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി അതേ ചോദിക്കാറുള്ളൂ സാധാരണ. അപ്പം നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ടു എ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ്. അപ്പോൾ അതായത് ഒരു കമ്മോഡിറ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചും അതിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചും തമ്മിലുള്ള റേഷ്യോയിനെയാണ് ഇവിടെ നമ്മൾ നോക്കുക. പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ടു എ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദി ഫോളോയിങ് ഫോർമുല. അത് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഇ പി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡി പി ബൈ പി. ഇവ രണ്ടും നമുക്ക് ഭിന്നസംഖ്യകളാണ്. ഡി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നെയാണ്. ഡി ക്യൂ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതുകൊണ്ടാണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത്. എത്ര ഡിമാൻഡ് ചെയ്തിരുന്നോ ഡിമാൻഡിൽ ഇപ്പോൾ എത്ര വ്യത്യാസം വന്നു അതിന്റെ റേഷ്യോയിനെയാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആക്ച്വൽ ഡിമാൻഡിനെയാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ അത് റേഷ്യോ ആയിട്ട് വരും. റേഷ്യോന്റെ മുകളിൽ അത് വരും, താഴെ ആര് വരും? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് വരും. അപ്പൊ പി എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസ്, ഡി പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ ഡി പി ബൈ പി റെപ്രസെന്റ് ചെയ്യുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ ആക്ച്വൽ പ്രൈസ് ആണ്, ഒറിജിനൽ പ്രൈസ്. അതാണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല ഡി ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡി പി ബൈ പി ആണ്. ഡി ക്യൂ ബൈ ക്യൂ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഹോൾ ഡിവൈഡ് ബൈ ഡി പി ബൈ പി. ഡി പി ബൈ പി എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. രണ്ടും ഭിന്നസംഖ്യ ആയതുകൊണ്ട് നമ്മൾ ആസ് യൂഷ്വൽ എന്താ ചെയ്യുക? രണ്ടാമത്തെ ഭിന്നസംഖ്യനെ തിരിച്ചിട്ട് ഗുണിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ അങ്ങനെ തന്നെ വരും. എന്താണ്? ഡി ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡി പി വരും. ഓക്കെ, ഡി ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡി പി വരും. ഓക്കെ, ഇനി നമ്മൾ ഡി ചേഞ്ച് വരുന്ന രണ്ട് ടേം ഒരുമിച്ച് എടുത്തെഴുതുമ്പോൾ എന്ത് വരും? ഡി ക്യൂ ബൈ ഡി പി ഒരുമിച്ച് വരും ഇൻറ്റു പി ബൈ ക്യൂ വരും. അപ്പൊ ശരിക്കുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു ഇ പി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ക്യൂ ഡിവൈഡ് ബൈ ഡി പി ബൈ പി. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എടുത്തു. ഇനി ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സംഖ്യനെ തിരിച്ചിട്ട് ഗുണിക്കുന്നു. ദാറ്റ് ഇസ് ഡി പി ബൈ പിനെ തിരിച്ചിടുമ്പോൾ പി ബൈ ഡി പി വരും. അപ്പോൾ നമുക്ക് ഡി ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡി പി വരും. അതിനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തു. ഡി ഉള്ള ടേംസ് രണ്ടും ഒരുമിച്ച് എഴുതി. ഡി ക്യൂ ബൈ ഡി പി വന്നു ഇൻറ്റു പി ബൈ ക്യൂ വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യും നമ്മൾ. അത് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിന്റെ കേസിൽ നമുക്കറിയാം നമ്മൾ ലോ ഓഫ് ഡിമാൻഡ്, ഇവിടെ ഓൺ പ്രൈസും ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ് അനലൈസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന തിയററ്റിക്കൽ കൺസെപ്റ്റ് ഏതാണ്? ലോ ഓഫ് ഡിമാൻഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമുക്കറിയാം എപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസിലെ ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി സാധാരണഗതി കാണുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈൻ നമ്മൾ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യും. ബിക്കോസ് വിനോ ഇവിടെ ഡി ക്യൂ ബൈ ഡി പി എടുക്കുമ്പോൾ ഡി പി പോസിറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ പ്രൈസ് പോസിറ്റീവ്, അതായത് പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് എങ്ങനെയായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ക്വാണ്ടിറ്റി കുറയുക ചെയ്യാം. അപ്പോൾ മൈനസ് ഡി ക്യൂ വരും. ഇനി അതല്ല പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമുക്കറിയാം പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. അതായത് ഡി പിയിലെ ചേഞ്ച് ഇൻ പ്രൈസ് നെഗറ്റീവ് ആണെങ്കിൽ ഡി ക്യൂ എപ്പോഴും എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എപ്പോഴും വരുന്നത് കൊണ്ട് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ എഴുതുമ്പോൾ തന്നെ നമ്മൾ ഒരു നെഗറ്റീവ് സൈനും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇ പി is equal to dq by dp into p by q കൊടുത്തിട്ട് നമ്മൾ പിന്നെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ where q is the quantity demanded and p is the price. We can attach a negative sign to price elasticity in normal cases. അതിന്റെ റീസൺ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പ്രൈസ് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ക്വാണ്ടിറ്റി നെഗറ്റീവ് ചേഞ്ച് ആയിരിക്കും. പ്രൈസ് നെഗറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ക്വാണ്ടിറ്റി പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് സാധാരണഗതി എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ ഇങ്ങനെ എഴുതാം? ഇ പി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം വരുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കൂടാണ്ട് നമുക്ക് സാധാരണ വരുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ,
ഇനി ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, എന്താണ്, ഒരു ഗുഡിന്റെ പ്രൈസും മറ്റൊരു ഗുഡിന്റെ ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചും കൂടാണ് ഇവിടെ എടുക്കുക. അപ്പൊ പൊതുവേ ഇത് റിലേറ്റഡ് ഗുഡ്സിന്റെ കേസിലാണ് വരിക. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ 2 കേസ് വരും, നിങ്ങൾക്ക് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട്സും വരും, കോംപ്ലിമെന്ററിയും വരും. നമുക്ക് നോക്കാം. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെയിൻലി ഇൻ കേസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഇത് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? റിലേറ്റഡ് ഗുഡ്സിന്റെ കേസിലാണ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരിക. ഓക്കെ, it measures representativeness, it measures responsiveness in the quantity demanded in one good with respect to change in price of other good. ഒന്നുകൂടെ വായിക്കാം. It measures responsiveness in the quantity demanded in one good with respect to changes in price of other good. അപ്പോൾ ഒരു ഗുഡിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റേ ഗുഡിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന റെസ്പോൺസിനെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് നമ്മൾ. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് 2 goods 1 and 2, ക്രോസ് ഇലാസ്റ്റിസിറ്റീസ് ആർ dQ1 by dP2 into P2 by Q1. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ 2 ഗുഡ്സ്, റിലേറ്റഡ് ആയിട്ടുള്ള 2 ഗുഡ്സ് എടുത്തിരിക്കുന്നു. അതിന്റെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ, അല്ലെ ആ ഗുഡ്സിന് നമ്മൾ 1 and 2 എന്നുള്ള സിമ്പൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് dQ1 by dP2 into P2 by Q1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് റിലേഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് ഗുഡിന്റെ ക്വാണ്ടിറ്റി Q1ഉം അതിലെ ചേഞ്ചും dQ1 ആണ് വന്നിരിക്കുന്നത്. അതേസമയം പ്രൈസ് വന്നിരിക്കുന്ന ഏതാണ്? P2ഉം dP2ഉം. ഇനി രണ്ടാമത്തെ ഗുഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് dQ2 by dP1 into P1 by Q2 ആണ് കൊടുത്തിരിക്കുക. അവിടെയും ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്റ്റ് 2 2 സെക്കൻഡ് ഗുഡിന്റെ ക്വാണ്ടിറ്റി Q2ഉം അതിലെ ചേഞ്ച് dQ2ഉം എടുത്തിരിക്കുന്നു. അതേസമയം പ്രൈസ് എന്ന് പറയുന്നത് P1ഉം പ്രൈസിലെ ചേഞ്ച് dP1ഉം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. റിലേറ്റഡ് ഗുഡ്സിന്റെ കേസിൽ കൂടുതലായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി പോസിറ്റീവ് നോർമലി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എടുക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും പോസിറ്റീവായിട്ടാണ് വരിക. കാരണം ചായയുടെ പ്രൈസ് കൂടി എന്ന് വിചാരിക്കുക. ചായയുടെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡിന് എന്ത് പറ്റും? ചായയുടെ ഡിമാൻഡ് കുറയും. പക്ഷെ അപ്പം പ്രൈസ് ഡിമാൻഡ് കൂടുന്ന ആരുടെ ആയിരിക്കും? ക്വാണ്ടിറ്റിയുടെ. കൂടുതൽ വരുന്നത് ആർക്കായിരിക്കും? കോഫിയിലായിരിക്കും. കാരണം ചായയുടെ പ്രൈസ് കൂടി എന്ന് പറയുമ്പോൾ ചായ റിലേറ്റീവ്ലി കൂടുതൽ വിലയുള്ള സാധനമായി, അല്ലേ? ഓക്കെ, അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ചായക്ക് പകരം ആരെ എടുക്കും? കോഫീനെ എടുക്കും. അപ്പൊ ചായയുടെ ഡിമാൻഡ് കുറയും. പക്ഷെ കോഫിയുടെ ഡിമാൻഡിന് എന്താ പറ്റുക? കോഫിയുടെ ഡിമാൻഡ് കൂടും. അപ്പൊ ചായയുടെ പ്രൈസ് കൂടുമ്പം അതിന്റെ കൂടെ കോഫിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. കാരണം ചായയുടെ പ്രൈസ് കൂടിയത് കൊണ്ട് ചായ കൂടുതൽ വിലയുള്ള സാധനമായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും ചായക്ക് പകരം ആൾക്കാർ കാപ്പി വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ചായയുടെ വില കൂടുമ്പോൾ കാപ്പി റിലേറ്റീവ്ലി വില കുറഞ്ഞ സാധനമായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും കാപ്പിയുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ക്രോസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി പോസിറ്റീവ്. സാധാരണഗതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ല, നേരെ തിരികെ പറഞ്ഞാൽ കോഫിയുടെ വില കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കുറയും, ചായയുടെ ഡിമാൻഡ് കൂടും. അപ്പോൾ രണ്ടും കൂടുക. കോഫിയുടെ പ്രൈസ് കൂടി, ചായയുടെ ഡിമാൻഡ് കൂടി. അതുകൊണ്ടാണ് പോസിറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ഇനി കോംപ്ലിമെന്ററി ഐറ്റംസിൽ നേരെ തിരികെ വരും. ഇൻ കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് ക്രോസ്ഡ് ഇലാസ്റ്റിസിറ്റി വിൽ ബി നെഗറ്റീവ്. സാധാരണ ഗുഡ്സിന്റെ പോലെ തന്നെ വരും. ഇപ്പൊ നമ്മൾ ബ്രെഡും ബട്ടറും കൂടെ ഒരുമിച്ചേ കഴിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബട്ടറിന്റെ വില കൂടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിന് ഭയങ്കര വിലയാണ്, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലും കഴിക്കാം. നമ്മളപ്പോൾ ബട്ടറും വാങ്ങിക്കുന്നില്ല, എന്തും വാങ്ങിക്കുന്നില്ല, ബ്രെഡും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ബട്ടറിന്റെ വില കൂടിയപ്പോൾ ബട്ടറിന്റെ ഡിമാൻഡും കുറഞ്ഞു, കൂടെയുള്ള ബ്രെഡിന്റെ ഡിമാൻഡും കുറഞ്ഞു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. അതേസമയം ബട്ടർ നല്ല ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ശരി, ബട്ടർ വാങ്ങി നമുക്ക് കൂടെ ബ്രെഡും കൂടെ വാങ്ങിക്കാൻ, രണ്ടും കൂടെ കഴിക്കാം. അപ്പോൾ ബട്ടറിന്റെ വില കുറഞ്ഞപ്പം ബട്ടറിന്റെ ഡിമാൻഡും കൂടി, ബ്രെഡിന്റെ ഡിമാൻഡും കൂടി. അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ബട്ടറിന്റെ വില കൂടിയപ്പം എന്തു പറ്റി? ബ്രെഡിന്റെ ഡിമാൻഡ് കുറഞ്ഞു പോയി എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കോംപ്ലിമെന്ററി ഐറ്റംസ്. അപ്പോൾ കോംപ്ലിമെന്ററി ഐറ്റംസിലെ ക്രോസ് ഇലാസ്റ്റിസിറ്റി നോർമലി നെഗറ്റീവ് ആയിട്ട് വരും. സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ഇത് പോസിറ്റീവ് ആയിട്ടും വരും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയും കൂടെ നമുക്ക് നോക്കിയേക്കാം. മൂന്നാമത്തേത് ഇൻകം ഇലാസ്റ്റിസിറ്റി. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമറിന്റെ ഇൻകത്തിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുക. ഇത് സാധാരണഗതിയിൽ പോസിറ്റീവ് ആയിരിക്കും. ഇൻകം കൂടി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സാധനം വാങ്ങിക്കും. ഇൻകം കുറഞ്ഞു പോയാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ അളവ് കുറയും. അതാണ് വരിക. ഇൻകം ഇലാസ്റ്റിസിറ്റിന്റെ ഫോർമുല നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു dQ by dy into y by q.
ആണ് കൊടുത്തിരിക്കുക. അപ്പം നമ്മൾ ഈ 3 കേസും റെഫർ ചെയ്തു. പക്ഷേ ഇതിൽ നമ്മൾ പറഞ്ഞു എല്ലായ്പ്പോഴും നോർമലി നമുക്ക് ആപ്ലിക്കേഷൻ എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് വെറുതെ പറയുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതാണ്. അത് വെറും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കേസ്, അതിൻ്റെയാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വരാറുള്ളത്. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് അതിൻ്റെ 1-2 റിലേഷൻസ് നോക്കണം. നമുക്ക് ജസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. I think let's stop there for the day. Okay then, thank you.